എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യണേ. അതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ തന്നെ ഞാൻ കുറച്ച് നേരം പുറത്ത് സമയം ചിലവഴിക്കും കേട്ടോ. അപ്പം തന്നെ പൂച്ച വരും, അവക്കടെ കൂടെ കളിക്കും. അവക്കറിയാം നേരം വിളിക്കുമ്പോൾ തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമെന്ന്. അതുകൊണ്ട് അവൾ വരും. തിന്നണ മിഠായിയൊക്കെ അവൾക്ക് വേണം കേട്ടോ. അതും കൊടുത്തു. പിന്നെ അകത്തോട്ട് വന്നിട്ട് കുറച്ച് പൂരിയും കടലക്കറിയും കഴിച്ചു കേട്ടോ. ഇത് പ്രൊഡക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഫുള്ള് തീറ്റയാണ് ഇതിനകത്തുള്ളൂ. കുറേ അധികം പോരായ്മകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മെയിൻ വർക്കായിട്ടുള്ള ക്രാഫ്റ്റ് പണിയിലോട്ട് പോയി. അതങ്ങ് ചെയ്തുകൊണ്ടിരുന്നു. അത് ഇന്നലെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ശനിയാഴ്ച ഹോളിഡേയ്സിലാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ വീഡിയോയും ഷൂട്ട് ചെയ്തത്. അതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസും ശനിയാഴ്ചയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പണികളൊക്കെ കിട്ടിയിട്ടെന്ന് വെച്ചാൽ എൻ്റെ തുണിയിലോട്ട് ഞാനൊരു ക്ലോത്ത് ഇട്ടിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ വേണ്ടി ക്ലോത്തൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് മെഴുക് ചാടിയിട്ട് മെഴുകുതിരിയുടെ. പിന്നെ ഉച്ചയായപ്പോൾ ഉമ്മച്ചി പുറത്തോട്ട് ഒരു അത്യാവശ്യത്തിന് പോയി. അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ചോറും മോരേറിയും ഒക്കെ തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ ഉത്തരവാദിത്വം പിന്നെ മൂത്തവർക്കല്ലേ, വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ. അതുകൊണ്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വീട് കുറച്ച് നേരം ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തു. ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കിയത് അത് ഉച്ച കഴിഞ്ഞല്ല, രാവിലെ തന്നെ ചെയ്തതാണ്. അതിൻ്റെ ക്ലിപ്പിംഗ് ഇടയ്ക്ക് കയറിപ്പോയതാട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം റൂമിൽ കയറി കിടന്നു. അതുകൊണ്ട് തന്നെ വലിയതായിട്ട് ബോറടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉമ്മച്ചി ഒരു അത്യാവശ്യത്തിന് വഴിയൊക്കെ വന്നു പറഞ്ഞില്ലേ, പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി കൊടുന്നു. അത് ചോറെടുക്കലായിരുന്നു ഉമ്മച്ചിയുടെ മാമാടെ വീട്ടിൽ. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോഴാണ്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം പൂച്ചയുടെ കൂടെ പിന്നെയും പുറക്കിടന്നു കേട്ടോ. അതിനുശേഷം വൈകിട്ട് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സും എല്ലാം നനയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഉമ്മച്ചി നനയ്ക്കുമ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്തു, അത്ര തന്നെ. പിന്നെ രാത്രി ആയപ്പോൾ കുറച്ച് നേരം വായിച്ചു പഠിച്ചു കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചു. പിന്നെ രാത്രി കിടക്കാൻ നേരത്തുള്ള ഒരു ക്ലിപ്പിംഗ് കൂടെ എടുത്തോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.